ഒക്കെ കാണാനായിട്ടാണ്. ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ തന്നെ സാഹചര്യം എടുത്ത് നോക്ക് നിങ്ങൾ. മല്ലു ട്രാവലറൊന്നും ഇപ്പോൾ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെല്ലൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെയൊക്കെ കാലഘട്ടം കഴിയാറായോ? ഞങ്ങളൊക്കെ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ഒരു 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 ചിന്തയിലാണ് സത്യം പറഞ്ഞാൽ. ഇതിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി അല്ല, തൊലി ഉരിയുന്ന വെറൈറ്റി കൊണ്ടുവന്നാലേ ഈ വന്ന കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആറാട്ടണ്ണനെ പോലെ, അലിൻ ജോസ് പെരേരയൊക്കെ ആ 2021-22 കാലഘട്ടത്തിലുള്ള ഒരു റീച്ചും അല്ലെങ്കിൽ ആ ഒരു പ്രൈം പീക്ക് ടൈം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. യൂട്യൂബ് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന, അരി മേടിക്കാൻ സാധിക്കുന്ന ഒരു ലെവലൊക്കെ ആയിരുന്നു. എന്നെപ്പോലെ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഡ്യൂക്ക് സനലാണെങ്കിലും മാഡ് മാക്സ് വ്ളോഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആരായിരുന്നു, പിന്നെ വേറെ ഒന്ന് രണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ല. പലരും നോക്കൗട്ടർ ചാനൽ നിർത്തിപ്പോയി. അങ്ങനെ ഒരുപാട് പേര് ഇപ്പം നിലവിൽ ചാനൽ ഇപ്പം റൺ ചെയ്യുന്നില്ല. അരുൺ സ്മോക്കി ആണെങ്കിലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറി. കൊച്ചി മച്ചാനും പഴയതുപോലെ വീഡിയോ ഇടുന്നില്ല. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുകയാണ്. കാര്യം വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പഴയതുപോലെ വീഡിയോ വരുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു. ഒരു ജനറേഷൻ ഷിഫ്റ്റാണ് സത്യം പറഞ്ഞാൽ നടന്നിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് 13-14 വയസ്സുള്ള കുഞ്ഞു സപ്പോർട്ടർമാർക്ക് ഇന്ന് 20ാമത്തെ വയസ്സാണ്. ഒന്നെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രാരാബ്ധമായിട്ട് അവരുടെ ജോലി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസി ആവാം. അന്ന് 18 വയസ്സുള്ള ആൾക്ക് ഇന്ന് 23ാമത്തെ വയസ്സാണ്. ജോലി തിരക്കിൽ അവർ വളരെയധികം ബിസി ആയേക്കാം. അതുമാത്രമല്ല, 5 വർഷം മുമ്പുള്ള ഇൻട്രസ്റ്റ് ആകണമെന്നില്ല 5 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം. അതുമാത്രമല്ല, ഒരുപാട് സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെൻഡും അതിനനുസരിച്ച് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഞാനൊരു 2023 ഏകദേശം മനസ്സിലാക്കി. ഞാൻ ബൈക്കിൻ്റെ സെയിലിലോട്ട് അന്ന് തിരിഞ്ഞ് ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഈ ബൈക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് അരി മേടിക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഈ സമയത്ത്, ഈ വന്ന കാലഘട്ടത്തിൽ എനിക്ക് അരി പോയിട്ട് ഒന്നും മേടിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ 2023 സമയങ്ങളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞൊന്ന് കണ്ണോടിച്ച് നോക്കി. കാര്യം കഴിഞ്ഞ 2023 എന്ന് പറഞ്ഞ വർഷത്തിന് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം കഴിഞ്ഞ കുറേ മാസങ്ങൾക്കായി എനിക്ക് റീച്ചൊന്നുമില്ല. 2 മാസം ഇരിക്കുമ്പോൾ മാത്രം പൈസ വരുന്നു. ജീവിതത്തിൽ ഭാരങ്ങൾ കൂടുന്നു, ബാധ്യതകൾ കൂടുന്നു. അപ്പോൾ ഇനിയും പഴയ പീക്ക് ടൈമിൽ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ ചാനൽ ഡെഡായി പോയി. കുറേ നാളത്തേക്ക് ഞാൻ ബ്രേക്ക് എടുത്തായിരുന്നു. ആ ബ്രേക്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചാനൽ മൊത്തത്തിൽ അടിച്ച് സബ്സ്ക്രൈബേഴ്സിലോട്ട് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അൽഗോരിതം എന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണെന്നൊക്കെയാണ്. പക്ഷേ അല്ല, സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ആ ഒരു മാറ്റമാണ്. കോവിഡിന് ശേഷമുള്ള ആ ഒരു സ്പൈക്ക് പെട്ടെന്ന് തന്നെ താന്നു. ഇപ്പം ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ്, സിനിമ ക്ലിപ്സ്, വ്ളോഗുകൾ, ട്രാവൽ വ്ളോഗുകൾ ഒക്കെ കാണാനായിട്ടാണ്. ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ തന്നെ സാഹചര്യം എടുത്ത് നോക്ക് നിങ്ങൾ. മല്ലു ട്രാവലറൊന്നും ഇപ്പോൾ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെല്ലൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ്. ബൈക്കിൻ്റെ കണ്ടൻറ്റ് മാത്രം വെച്ച് ലക്ഷക്കണക്കിന് വ്യൂസ് മാത്രം എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇന്ന് അവർക്ക് ഏറിപ്പോയ ഒരു 60-70 വൈറൽ ടോപ്പിക്കാണെങ്കിൽ മാത്രം ഒരു 1.5 ലക്ഷം ആ ഒരു റേഞ്ചിലോട്ടൊക്കെ മാത്രമായിട്ട് വ്യൂസ് മാറി. പിന്നെ അവരൊക്കെ അന്നും ഇന്നും യൂട്യൂബിനെ പ്രൊഫഷണലായിട്ട് കണ്ടവരല്ല. അവരൊക്കെ സൈഡായിട്ട് മാത്രം യൂട്യൂബിനെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അവർ ആ ഒരു പാഷൻ്റെ പുറത്ത് കൊണ്ട് മാത്രം അതൊക്കെ കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷെ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ കാര്യം. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു കായംകുളം പോലുള്ള സ്ഥലങ്ങളിൽ യൂട്യൂബിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ, ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന സെഗ്മെൻറ്റിൽ പല സ്ഥലങ്ങളിലും വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രോത്തിനെ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്ന പോലെ ഒരു ആഴ്ചയിൽ 2 വട്ടമെങ്കിലും എറണാകുളത്ത് ബൈക്ക് ഓടിച്ചു പോയി അവിടെ ചെന്ന് അവിടുത്തെ ഷോറൂമുകളിൽ റിക്വസ്റ്റ് ചെയ്ത് വണ്ടിയൊക്കെ റിവ്യൂ ചെയ്ത് ഈ ലെവലിലേക്ക് എത്തി. കായംകുളത്തും വണ്ടി വരുന്ന ഷോറൂമുകളൊക്കെ ഉണ്ട്. AST TVS, അതുപോലെ തന്നെ എടുത്തു പറയാൻ ആയിട്ടൊന്നും ഇല്ല. വണ്ടികൾ സ്ഥിരമായി തരുന്ന ആൾക്കാർ എനിക്കൊന്ന് AST TVS മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോടുള്ള ലെവലിലോളം എത്തിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. അത് സത്യം പറഞ്ഞാൽ അന്നൊക്കെ കുറേ ആസ്വദിച്ചിരുന്നു. ഇന്ന് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. ഇന്ന് ആൾക്കാരങ്ങനെ അത് ബിലാൽ മോട്ടോർ വാൾട്ടാണ് അല്ലെങ്കിൽ മറ്റേ ആളാണ് സെൽഫി എടുക്കുന്നത്, ആ ഒരു റേഞ്ചൊന്നും ഇപ്പോൾ ആൾക്കാർക്കൊന്നും അതൊന്നും ഇല്ല.
നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ വന്നാൽ പോലും നമുക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ടായി മാറിയ ഒരു സാഹചര്യമായി മാറി. കാര്യം ഇപ്പം സെലിബ്രിറ്റി ആവാൻ മാത്രം നമ്മളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അന്നത്തെ ആ ഒരു സമയത്ത് ഉള്ളൊരു ഓളമായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ. ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മളൊരു ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നു, നമ്മുടെ പാഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് ഇതിനു വേണ്ടി എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ട് നിർത്തിപ്പോകുന്നു, പഴയതുപോലുള്ള മൈൻഡൊന്നും ഇല്ല ആൾക്കാർക്കിടയിൽ നിന്ന് സംസാരിക്കും. സംഭവം സത്യമാണ്. എനിക്കും പഴയതുപോലെ ആൾക്കാർക്കിടയിൽ നിന്ന് ഈ വ്ളോഗൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കൊരിക്കലും ഈ ഒരു ഫീൽഡിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്നെ ആക്കി മാറ്റിയ ഈ ഒരു ഫീൽഡ്, ഞാൻ ഇന്ന് വണ്ടിക്കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്കച്ചവടം ഇന്ന് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. കാര്യം ഞാനൊരു വണ്ടി എടുത്ത് എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് മേ ബി മാസങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാലേ വിറ്റ് പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ല. ഏതൊരു പെട്ടിക്കടയ്ക്ക് പോലും ബ്രാൻഡിങ് ആവശ്യമായി വന്നേക്കുന്ന സമയമാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു വണ്ടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ ആ വണ്ടിയുടെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ എന്നെ വിളിക്കും, അതിലാരെങ്കിലും ആ വണ്ടി വാങ്ങും. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ട് തന്നെ എനിക്കിത് പാടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ കാണിക്കണമെന്നും പറയുന്നില്ല, പക്ഷേ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഇന്ന് മെയ് 6-ാം തീയതി, കഴിഞ്ഞ 2025 മെയ് 6-നാണ് ഞാൻ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയത്. കുറേ നാളിന് ശേഷം, 3 വർഷത്തിന് ശേഷം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. ഇന്നേ വരെ ഞാൻ ഇതുവരെ കഴിഞ്ഞ വർഷത്തിൽ ഈ സമയം വരെ അങ്ങനെ ചില സമയങ്ങൾ മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി ബ്രേക്കായത്. അതുകൊണ്ട് ചൊവ്വ ബുധൻ വ്യാഴം എന്ന് പറഞ്ഞ ഒരു സമയത്ത് വീഡിയോ വന്നിരിക്കും. അത് എന്ത് കണ്ടൻ്റ് ആണെങ്കിലും. ഇന്ന് ഈ കണ്ടൻറ്റ് ചെയ്യാൻ കാര്യം, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഇടാത്ത, പഴയതുപോലെ മല്ലു ട്രാവലൊന്നും ഇപ്പോൾ ഇല്ലേ, അല്ലെങ്കിൽ ഈ ബുൾജെറ്റൊന്നും ഇപ്പോൾ ഇല്ലേ? അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കുറേ പൈസ ഉണ്ടാക്കിയെന്ന് കരുതി ആ കാലഘട്ടത്തിലെ കണ്ടൻറ്റുമായിട്ട് ഇന്നും ഇരുന്ന് കഴിഞ്ഞാൽ മൂഞ്ചി തെറ്റി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതിൽ നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ അതിനകത്ത് നോക്കരുത്. സോ അത് തന്നെയാണ് പറയാനുള്ളത്. ആൾക്കാരൊക്കെ ഇതൊക്കെ മാറി, പക്ഷേ ഇന്നും അന്ന് തൊട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ആ ഒരു ലെവലിൽ കാണുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്, നമ്മുടെ റിവ്യൂസൊക്കെ കാണുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. റിവ്യൂസ് പല ആൾക്കാരും എപ്പോഴും സ്റ്റിൽ ഇനി എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ റിവ്യൂ ആൾക്കാർ കാണാനായിട്ട് കാണും. പക്ഷേ നമ്മുടെ ആയിട്ടുള്ള ശൈലിയിലുള്ള കുറേ കണ്ടൻറ്റുകൾക്കൊക്കെ സാച്ചുറേഷൻ വന്നിരിക്കുകയാണ്. സോ പുതിയതായിട്ട് യൂട്യൂബിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും വെറൈറ്റി അല്ല, തൊലി ഉരിയുന്ന വെറൈറ്റി കൊണ്ടുവന്നാലേ ഈ വന്ന കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആറാട്ടണ്ണനെ പോലെ, അലിൻ ജോസ് പെരേരയൊക്കെ പോലെ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിറാക്കിളോ ഭാഗ്യമോ അതുപോലത്തെ കഴിവോ വേണം. ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് യൂട്യൂബിൽ, നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല യൂട്യൂബിലോട്ട് വരുന്നത് കൊള്ളാം, അതൊരു ഹോബിയായിട്ട് മാത്രം നോക്കി കണ്ടൊക്കെ വരിക, അല്ലാതെ നോക്കണ്ട. ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇടുക. ബൈക്കിൻ്റെ ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് നല്ല ടൗൺഷിപ്പിലുള്ള ഏരിയകളിൽ വണ്ടി അവൈലബിൾ ആവും. വണ്ടി ചെന്ന് ചോദിക്കുമ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുക, ആഴ്ചയിൽ 2 വീഡിയോ ഇടുക, കഴിഞ്ഞു. അത് നല്ല പരിപാടിയാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ എടുത്തില്ല, അതുപോലൊരു പരിപാടിയാണ്. ഒരു 30,000 രൂപയുടെ ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പൊക്കെ തുടങ്ങാം നമുക്ക്. 30 രൂപയും വേണ്ട, 10-20,000 രൂപയോളം മതി. സെക്കൻഡ് ഹാൻഡ് ഒരു ഹീറോ 7 ഹീറോ 8 മേടിച്ച് നല്ലൊരു മൈക്ക് അഡാപ്റ്ററും മൈക്കും മേടിക്കുക, പരിപാടി ഓക്കെ ആക്കാം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം. ബൈ.